അപ്പൊ ബാലൻസ്ഡ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇറ്റ്സ് എ ഡയറ്റ് ദാറ്റ് ഫുൾഫിൽസ് വൺസ് പേഴ്സണൽ ന്യൂട്രീഷണൽ നീഡ്സ്. രണ്ട് കാര്യങ്ങളാണ്. എന്താണ് ഒരു വ്യക്തിയുടെ പേഴ്സണൽ ന്യൂട്രീഷണൽ നീഡ്സ് മീറ്റ് ചെയ്യുന്ന ഒരു ഫുഡ്. അതിനകത്ത് പല ടൈപ്പ് ഓഫ് ഫുഡ് അവൈലബിൾ ആയിരിക്കണം. ഒന്ന്, അതായത് ഒരു വ്യക്തിക്ക് ആവശ്യത്തിനുള്ള കലോറീസും ന്യൂട്രിയൻസും ഒക്കെ നൽകുന്ന രീതിയിലുള്ള ഒരു ഫുഡിനെയാണ്. സോ എ ബാലൻസ്ഡ് ഡയറ്റ് പ്രൊവൈഡ്സ് ഓൾ ന്യൂട്രിയൻസ് എ പേഴ്സൺ റിക്വയർസ്. ഒരാളുടെ നോർമൽ ഗ്രോത്തിന് ആവശ്യത്തിന് എന്തെല്ലാം കലോറീസ്, എന്തുമാത്രം കലോറി വേണം, എന്തുമാത്രം ന്യൂട്രിയൻസ് വേണം, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് നീഡഡ്, ഇതെല്ലാം നൽകുന്ന ഒരു ഫുഡിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. So, by eating a balanced diet, people can get the nutrients and calories they need. അതാണ് പ്രധാനമായിട്ട് ഒരു ആവശ്യത്തിനുള്ള ന്യൂട്രിയൻസ് ഒക്കെ കിട്ടുന്ന ഒരു ഫുഡിനെയാണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ അമേരിക്കയുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, US ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ, അവർ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഫുഡ് പിരമിഡ്. ഫുഡ് പിരമിഡ് എന്താ എന്ന വാക്കും കൂടി അവർ ഉപയോഗിക്കുന്നുണ്ട്. Now, എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. സാധാരണ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗ്രൂപ്പ്സ് നമുക്ക് കാണാൻ പറ്റും. 5 ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫുഡ് നമുക്ക് അതിൻ്റെ അകത്ത് കാണാൻ പറ്റും. അതാണ് ഒരു ബാലൻസ്ഡ് ഡയറ്റിന്റെ ഒരു പ്രധാനമായിട്ടുള്ളത്. അതിൽ വെജിറ്റബിൾസ് ഇറങ്ങിയിട്ടുണ്ടാവണം, ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കണം, ഗ്രെയിൻസ് ഉണ്ടായിരിക്കണം, പ്രോട്ടീൻസ് ഉണ്ടായിരിക്കണം, ദെൻ ഡയറി. അപ്പോ എന്താണ് ഇത് US ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇഫ് യു ടേക്ക് എ ബാലൻസ്ഡ് ഡയറ്റ്, 50% of nearly half of the person's plate, nearly 50% of the food we are taking should come from fruits and vegetables. ഈ ഒരു കാര്യത്തില് നമ്മള് മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ വളരെ വളരെ പുറകിലാണ്. നിങ്ങൾ കഴിക്കുന്ന ഫുഡിന്റെ എത്ര ഒരു പകുതി ഭാഗമെങ്കിലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഉണ്ട്. നമ്മൾ കുറെ ചോറ് പാരി വലിച്ച് കഴിക്കുന്നല്ലാതെ വളരെ കുറച്ചല്ലേ നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കുന്നത്. നമുക്കുണ്ടാവുന്ന പല ആരോഗ്യ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം ഈ ഒരു സെന്റൻസിൽ നിന്ന് നോക്കിയാൽ മതി. നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ്, പ്രത്യേകിച്ച് ഫ്രഷ് ഫ്രൂട്ട്സ് വളരെ വളരെ കുറവാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസിന്റെയൊക്കെ, പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസസിന്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണം ലാക്ക് ഓഫ് സഫിഷ്യന്റ് എമൗണ്ട് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഇൻ അവർ ഫുഡ്. അതാണ് പ്രധാനമായിട്ട് കഴിക്കുക. ദെൻ അതർ ഹാഫ് ഷുഡ് മേ ബി മേഡ് അപ്പ് ഓഫ് ഗ്രെയിൻസ് ആൻഡ് പ്രോട്ടീൻ. അതിന്റെ കേസിലും ഗ്രെയിൻസ്, നമുക്ക് സീരിയൽസ് ഗ്രെയിൻസ് ആണ്. പ്രോട്ടീൻസ് എന്ന് പറയുന്നത് കടല, പരിപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോട്ടീൻസ്. മീറ്റിൽ പ്രോട്ടീൻ ഉണ്ട്, മിൽക്കിൽ പ്രോട്ടീൻ ഉണ്ട്, എഗ്ഗിൽ പ്രോട്ടീൻ ഉണ്ട്. ഇവിടെ എല്ലാം പ്രോട്ടീൻസ് നമുക്ക് അവൈലബിൾ ആണ്. ദെൻ അപ്പൊ ഇങ്ങനെ 5 ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഗ്രൂപ്പ്സ് അടങ്ങിയിരിക്കുന്നതാണ് നമ്മൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന വാക്കുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ഇനി ഇവിടെ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ്, RDA റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് എന്ന് പറയുന്നു. ദ എസ്റ്റിമേറ്റ് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻ പെർ ഡേ കൺസിഡർഡ് നെസസറി ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ഗുഡ് ഹെൽത്ത്. ഒന്ന്, എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഓഫ് ഹൗ മച്ച് എമൗണ്ട് ഓഫ് ന്യൂട്രിയൻസ് വൺ പേഴ്സൺ നീഡ്സ് in a day which are considered necessary for the maintenance of good health. അതായത് നല്ല ആരോഗ്യത്തിന് വേണ്ടി എന്തുമാത്രം ന്യൂട്രിയൻസ് ഒരാൾ കഴിക്കണം. That amount is known by the name recommended dietary elements. How much amount of food or nutrients a person should take in a day to maintain in good health. അതിനെയാണ് നമ്മൾ റെക്കമെൻഡഡ് ഡയറ്ററി അലവൻസ് അഥവാ RDA എന്ന് വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഓൾസോ concept of maybe USDA and by Food and Nutrition Board of National Research Council or National Academy. ഇതൊക്കെ അമേരിക്കൻ കോൺസെപ്റ്റ് തന്നെയാണ് വരുന്നത്. അപ്പൊ എന്താണ് പലപ്പോഴും ചോദിക്കാറുണ്ട് വൺ വേർഡ് ആയിട്ട്, ഷോർട്ട് ആൻസർ ആയിട്ട്, what do you mean by RDA? It is the amount of nutrient that a person needs in a day to maintain to be in a good health. അതിനെയാണ് RDA എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇതുപോലെ RDA ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കുറെ അധികം ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? രണ്ടാമത്തത് ഏജ് ആണ്. ഏജ് നിങ്ങൾക്ക് അറിയാം, നമ്മള് കുഞ്ഞുങ്ങൾക്കും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവർക്കും, ഇൻഫന്റ്സ് ആസ് വെൽ ആസ് ഓൾഡർ പീപ്പിൾ, they don't require as much food or as much nutrients as adult men and women. അത് കോമൺ ആയിട്ട് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്.
Then nutrient requirement during childhood are proportional to the, അതായത് കുഞ്ഞുങ്ങൾ വളരുന്ന അനുസരിച്ച് അവരുടെ ന്യൂട്രിയൻസിന്റെ റിക്വയർമെന്റ് ഒരു വയസ്സുള്ള കുഞ്ഞും 3 വയസ്സുള്ള കുഞ്ഞും 6 വയസ്സുള്ള കുഞ്ഞൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന ആ ന്യൂട്രിയൻസ് റിക്വയർമെന്റ്സ് ഗ്രാജുവലി ഇൻക്രീസ് ആയിട്ട് വരും. Then body weight among adult requirement of the food that is related to the body. കൂടുതൽ ഭക്ഷണം കഴിച്ച നല്ല കൂടുതൽ വെയിറ്റ്, ഇപ്പൊ 50 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാളും 70 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാളും 90 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരാളും കഴിക്കേണ്ടി വരുന്ന ഭക്ഷണത്തിന്റെ ന്യൂട്രിയൻസിന്റെ അളവ് വ്യത്യാസമാണ്. അപ്പൊ നമ്മുടെ ബോഡി വെയിറ്റ് നമ്മൾ കൂടുതലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കൂടുതൽ ഫുഡ് കഴിക്കേണ്ടി വരും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ദെൻ ബോഡി വെയിറ്റ് ഈസ് ദെൻ ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്, മിനിസ്ട്രേഷൻ, പ്രഗ്നൻസി, ലാക്ടേഷൻ, ഇതെല്ലാം കൂടുതലായിട്ട് ന്യൂട്രിയൻസ് ആവശ്യപ്പെടുന്നതാണ്. ബോഡിയുടെ കൂടുതലായിട്ട് ന്യൂട്രിയൻസിന്റെ ആവശ്യകത, കലോറീസ് ഒക്കെ ആവശ്യമായിട്ട് വരുന്ന സമയമാണ് ഈ പ്രഗ്നൻസി, ലാക്ടേഷൻ. അതുപോലെ മെൻസ്ട്രേഷന്റെ സമയത്ത്, കാരണം അപ്പറ ലോസ് ഓഫ് ബ്ലഡ് വരുന്നതുകൊണ്ടാണ് ആ സമയത്ത് കലോറി റിക്വയർമെന്റ്സ് ഗ്രാജുവലി കൂടുതലായിരിക്കും. ദെൻ അപ്പോ ഇതും ഫിസിയോളജിക്കൽ സ്റ്റേറ്റ്, നമ്മളുടെ ആരോഗ്യാവസ്ഥ എങ്ങനെയാണ്, അത് നമ്മുടെ RDA റെക്കമെൻഡഡ് ഡയറ്റ്, അതായത് പ്രഗ്നൻസിയുടെ സമയത്ത് കൂടുതൽ ഭക്ഷണം കഴിക്കണമെന്നൊക്കെ എല്ലാവരും പറയും. അതുപോലെ ലാക്ടേഷൻ, ആ സമയത്ത് എക്സസ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് ആ സമയത്ത് കുറച്ച് കൂടുതൽ കൂടി ഭക്ഷണം കഴിച്ചിരിക്കണം. അതിനെ കുറിച്ചൊക്കെ നമ്മളൊരു വേറൊരു ടോപ്പിക് വരുന്നുണ്ട്. ഹൗ മച്ച് ന്യൂട്രിയൻസ് വി ഷുഡ് ടേക്ക് ഡ്യൂറിങ് പ്രഗ്നൻസി, ഹൗ മച്ച് ന്യൂട്രിയൻസ് വി ഷുഡ് ബി ടേക്കിംഗ് ഡ്യൂറിങ് ലാക്ടേഷൻ, ഇങ്ങനെയുള്ള കുറച്ച് ടോപ്പിക് തന്നെയുണ്ട് ഇതിന് ശേഷമായിട്ടുള്ളത്. ദെൻ അടുത്തത് സ്പോർട്സ് ആൻഡ് അത്ലറ്റിക്സ്. അത് കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്ന ആളുകളിൽ ഈ എന്താണ് RDA റിക്വയർമെന്റ്സ് കൂടുതലായിരിക്കും. അധികം വർക്കൊന്നും ചെയ്യാത്തൊരു എപ്പോഴും ഇരുന്ന് ജോലി ചെയ്യുന്ന ഒരാള്, അങ്ങനെയുള്ളവർക്ക് RDA കുറവ്. അതേസമയം ഇന്നും നല്ലാണ്ട് കായികമായിട്ടുള്ള, ഉദാഹരണമായിട്ട് പുറത്തെല്ലാം ജോലിയൊക്കെ ചെയ്യുന്ന, ഫിസിക്കൽ ലേബർ ഒക്കെ ചെയ്യുന്ന ലേബേഴ്സിനെ സംബന്ധിച്ച് അവരുടെ RDA റിക്വയർമെന്റ് വളരെ കൂടുതലായിരിക്കും. കാരണം എന്താ, അവർ കൂടുതലായിട്ട് അധ്വാനിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ അധ്വാനിക്കുന്നവരുടെ RDA റിക്വയർമെന്റ്സ് കൂടുതലായിരിക്കും. അതുപോലെ തന്നെയാണ് സ്പോർട്സ് പേഴ്സൺസ്, അത്ലറ്റ്സ്, ദേ ആർ പെർഫോമിംഗ് എക്സ്ട്രീം ആക്ടിവിറ്റി, ഹൈ ലെവൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി, അതുകൊണ്ട് അവരുടെ RDA റിക്വയർമെന്റ് കൂടുതലായിരിക്കും. ഫിസിക്കൽ ആക്ടിവിറ്റി അത് തന്നെയാണ് സ്പോർട്സ് പേഴ്സന്റെ കേസിൽ ഞാൻ പറഞ്ഞു. സെഡന്ററി പീപ്പിൾ നീഡ്സ് ലെസ് ന്യൂട്രിയൻസ്, കാരണം അവർക്ക് അധികം എനർജി ലൂസ് വരണില്ല. അപ്പൊ അവർ അധികം ന്യൂട്രിയൻസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫാറ്റ് ഡിപ്പോസിഷന് കാരണമാവും. ദെൻ എൻവയൺമെന്റ്, എക്സ്ട്രീംസ് ഓഫ് ക്ലൈമറ്റ്, അതായത് കടുത്ത ചൂടും കടുത്ത തണുപ്പും. തണുപ്പാണെങ്കിലും ആ സമയത്ത് നമ്മുടെ കുറച്ച് ന്യൂട്രിയൻസ് നമുക്ക് എന്താണ് ന്യൂട്രിയൻസ് ബേൺ ചെയ്ത് കൂടുതൽ ഹീറ്റ് പ്രൊഡക്ഷൻ വേണം. ഇപ്പൊ തണുപ്പുള്ള സ്ഥലത്തോട്ടൊക്കെ പോയാൽ നമുക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കേണ്ടി വരും. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ചൂട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ ബോഡി കുറെ അധികം കലോറീസ് വേസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനുവേണ്ടി കുറച്ച് ന്യൂട്രിയൻസ് ബോഡി യൂസ് ചെയ്യും. അതുകൊണ്ടാണ് തണുപ്പുള്ള സമയത്ത് നമുക്ക് തന്നെ അറിയാം, തണുപ്പുള്ള സമയത്ത് കൂടുതൽ വിശപ്പുണ്ടായിരിക്കും. അപ്പൊ അതൊരു സാധാരണ അപ്പൊ കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിലോട്ട് പോയി കഴിഞ്ഞാൽ വി ഹാവ് ടു ഈറ്റ് മോർ ബിക്കോസ് ടു മെയിൻറ്റെയിൻ അവർ നോർമൽ ബോഡി ടെമ്പറേച്ചർ. അതുപോലെ തന്നെ ഹൈ ഓൾട്ടിറ്റ്യൂഡിലും ഇതേ തണുപ്പുള്ള പ്രശ്നങ്ങൾ തന്നെയുണ്ട്. അവിടെ ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ട്. അപ്പൊ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് കൂടുതലായിട്ട് നമ്മൾ ബ്രീത്തിങ് റേറ്റും ഒക്കെ നമ്മുടെ കൂടുതലാണ്. അതായത് നമ്മൾ കൂടുതലായിട്ട് ആയാസപ്പെടണം. അതുകൊണ്ട് നമ്മുടെ നോർമൽ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി കൂടുകയാണ്. അപ്പൊ അതും ഈ എന്താണ് ഹയർ ആയിട്ടുള്ള എന്താണ് ഒരു RDA മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കാരണമായിട്ട് വരാറുണ്ട്. ഇനി അടുത്തത് BMR. വാട്ട് ഈസ് BMR നമുക്ക് നോക്കാം. BMR-നെ കുറിച്ച് പറയുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്നാണ്. ഇസ് ദ നമ്പർ ഓഫ് കലോറീസ് യുവർ ബോഡി നീഡ്സ് ടു ഫുൾഫിൽ ദ ബേസിക് ലൈഫ് സസ്റ്റൈനിങ് ഫങ്ഷൻ. നമ്മുടെ ലൈഫ് ജീവിച്ചു പോവാനായിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും ബേസിക്, അതാണ് ഏറ്റവും ബേസൽ എന്ന വാക്കുകൊണ്ട് ഇതാണ്. ടു മീറ്റ് ദ ബേസിക് ലൈഫ് സസ്റ്റൈനിങ് ഫങ്ഷൻ. അത് ഏതൊക്കെയാ? റെസ്പിറേഷൻ ഉണ്ട്, എക്സ്ക്രീഷൻ ഉണ്ട്, സർക്കുലേഷൻ ഉണ്ട്, അതുപോലെ ലോക്കോമോഷൻ ഉണ്ട്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, വലിയ ജസ്റ്റ് ഒന്ന് ജീവിക്കാൻ വേണ്ടി മാത്രമായിട്ട് നമുക്ക് എന്തുമാത്രം വേണം, അതിനെയാണ് നമ്മൾ ബേസിക് മെറ്റബോളിക് റേറ്റ് എന്ന്. അപ്പൊ നമ്പർ ഓഫ് കലോറീസ്, എന്തുമാത്രം ന്യൂട്രിയൻസ് അല്ലെങ്കിൽ എന്തുമാത്രം കലോറീസ് അതിന് ആവശ്യമാണ്, അതിനെയാണ് നമ്മൾ ബേസിക് മെറ്റബോളിക് അല്ലെങ്കിൽ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന വാക്കുകൊണ്ട് മീൻ ചെയ്യുന്നത്. ഇത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. ദാറ്റ് ഈസ് ഹാരിസ് ബെനഡിക്ട് ഫോർമുല.
അത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ബേസൽ മെറ്റബോളിക് റേറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ട് അവിടെ വെയിറ്റ് ഓഫ് ദ പേഴ്സൺ എടുക്കുന്നുണ്ട്, ഹൈറ്റ് ഓഫ് ദ പേഴ്സൺ എടുക്കുന്നുണ്ട്, ഏജ് ഇൻ ഇയേഴ്സ്. ഇതെല്ലാം കൂടി ഈ ഫോർമുലയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലാണ് ഇവിടെ ബേസൽ മെറ്റബോളിക് റേറ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഫോർമുല ഇതാണ്. അപ്പൊ ബേസൽ മെറ്റബോളിക് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് കലോറീസ് യുവർ ബോഡി നീഡ്സ് ടു ഫുൾഫിൽ ഇറ്റ്സ് മോസ്റ്റ് ബേസിക് ഓർ ബേസൽ ഫംഗ്ഷൻ ഇസ് നോൺ ആസ് എ ബേസൽ മെറ്റബോളിക് റേറ്റ്. ഇനി അടുത്തത് BMR മെയിലിലും ഫീമെയിലിലും വ്യത്യാസമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ മെയിലിനും ഫീമെയിലിലും മാത്രം വ്യത്യാസം വരാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം in the case of men there will be higher amount of മസിൽ വെയിറ്റ് അല്ലെങ്കിൽ മസിലിന്റെ കോൺട്രിബ്യൂഷൻ കൂടുതലായതുകൊണ്ടാണ് പുരുഷന്മാർക്ക് കൂടുതലായിട്ട് എനർജി ആവശ്യമായിട്ട് വരുന്നത്. അതേസമയം സ്ത്രീകളിൽ മസിലിന്റെ വെയിറ്റ് മസിൽ വെയിറ്റ് കുറവാണ്. അതുകൊണ്ടാണ് പലപ്പോഴും ഈ തണുപ്പൊക്കെ അനുഭവപ്പെടുമ്പോൾ പെട്ടെന്ന് തണുക്കുന്നത് സ്ത്രീകൾക്കാണ്. കാരണം മസിൽ വെയിറ്റ് കുറവായതുകൊണ്ടാണ്. മസിൽ വെയിറ്റ് കൂടുതലുണ്ടെങ്കിൽ അതിൽ നിന്ന് ചൂട് ആ ഭാഗത്തോട് കൂടുതൽ ബ്ലഡ് വരും. അതുകൊണ്ട് പുരുഷന്മാർക്ക് അത്ര പെട്ടെന്ന് നിങ്ങൾക്ക് കോമൺ എക്സ്പീരിയൻസ് ആയിരിക്കും. ആണുങ്ങൾക്ക് ചിലപ്പോൾ അത്രയും പെട്ടെന്ന് തണുപ്പ് വരാത്തതിന് ഒരു കാരണം മസിൽ വെയിറ്റ് കൂടുതലാണ്. സ്ത്രീകളിൽ മസിലിന്റെ വെയിറ്റ് മസിൽ കോൺട്രിബ്യൂഷൻ കുറവായതുകൊണ്ട് പെട്ടെന്ന് തന്നെ തണുപ്പ് കമ്പാരിറ്റീവ്ലി ഒരു കുറച്ചുകൂടി കൂടുതലായിട്ട് സ്ത്രീകൾക്ക് പെട്ടെന്ന് കാണും. കാരണം ഫാറ്റിന്റെ എമൗണ്ടും ഒക്കെ കൂടുതലാണ്. മസിൽ വെയിറ്റ് കുറവായതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പെട്ടെന്ന് തണുപ്പ് കലോറി റിക്വയർമെന്റ് കുറവാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ തണുപ്പ് വരാനുള്ള കാരണമൊക്കെ ഇത് തന്നെയാണ്. ഇനി കലോറി എക്സ്പെൻഡിച്ചർ ആരാണ് പറഞ്ഞോളൂ. എന്തുപറ്റി? ഒരു ഡൗട്ട്. ചോദിച്ചോടോ. സാറ് പറഞ്ഞില്ലേ ഈ ഫീമെയിൽസിനാണ് പെട്ടെന്ന് തണുക്കണേന്ന്. എന്റെ ഗ്രാൻഡ് മദർ എപ്പോഴും തണുപ്പത്ത് നടക്കുള്ളേ. പുള്ളിക്കാരിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. അച്ഛന് തണുപ്പ് തോന്നിയാലും എന്റെ ഗ്രാൻഡ് മദർ തോന്നാറില്ല. ഒരു മനുഷ്യന് അല്ല ഏജ് നോക്കണ്ടേ, ഏജ് നോക്കണ്ടേ. ഒരു 90 എബോ ഒക്കെ ഏജ് വന്നവരാണെങ്കിലോ? പക്ഷെ അങ്ങനെ പൊതുവെ നിങ്ങൾ നോക്കിക്കോളൂ. ഈ അടുത്ത് ഞാൻ ഇതിനെ കുറിച്ച് ഒരു വാർത്ത തന്നെ ന്യൂസിൽ വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വാർത്ത പറഞ്ഞത്. അവരിക്കുന്ന ഒരു കാരണമാണത്. ഇങ്ങനെയായിട്ട് മസിൽ വെയിറ്റ് പൊതുവെ, പക്ഷെ എക്സെപ്ഷൻ എല്ലായിടത്തും ഉണ്ടാവും. മനസ്സിലായോ? ചില ആളുകൾക്ക് പിന്നെ ഇതൊരു മെന്റൽ ഫീലിംഗ് കൂടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത് മാത്രം തണുപ്പ് അനുഭവപ്പെടണം എന്നുള്ളത്. ഫിസിയോളജിക്കലി ഇങ്ങനെ ഒരു കാരണമുണ്ട് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. അത്രയും. ഓക്കെ, കണ്ടിന്യൂ. ഇനി അടുത്തത് കലോറി intake and expenditure. Place is determined by caloric equation. Caloric equation കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? If the calorie intake exceeds calorie expenditure. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫോർമുല. If you are taking more calories than we are spending, then we will be gaining weight. ഇതാണ് if intake is more than expenditure. നമ്മൾക്ക് കൂടുതൽ കാശ് കിട്ടുന്നുണ്ട്, കുറച്ച് കാശ് ചെലവാകുന്നുള്ളൂ, നമ്മുടെ കയ്യിൽ കുറെ സമ്പത്ത് ഉണ്ടാവും. നമുക്ക് കുറച്ച് കാശ് കിട്ടുന്നുണ്ട്, കാശ് കിട്ടുന്നതിലും കൂടുതൽ ആണ് നമുക്ക് ചെലവാകുന്നതെങ്കിൽ നമുക്ക് എന്താണ് കടം ഉണ്ടാവും. അതേ ഫോർമുല തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഇഫ് യുവർ ഇൻടേക്ക് ഈസ് മോർ ദാൻ അവർ എക്സ്പെൻഡിച്ചർ വി വിൽ ബി ഗെയിനിങ് വെയിറ്റ് ഓർ വി വിൽ ഹാവ് ആൻ ഇൻക്രീസ് ഇൻ വെയിറ്റ്. രണ്ടാമത്തെ അവസ്ഥ എന്താ? ഇഫ് കലോറി ഇൻടേക്ക് ഈസ് ലെസ് ആൻഡ് കലോറി എക്സ്പെൻഡിച്ചർ ഈസ് മോർ വി വിൽ ഹാവ് എ ലോസ് ഓഫ് വെയിറ്റ്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ലാക്ടേഷൻ, പ്രഗ്നൻസി അങ്ങനെയുള്ള സമയത്തൊക്കെ കൂടുതൽ കലോറീസ് എടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇൻടേക്ക് ഈസ് ലെസ്, എക്സ്പെൻഡിച്ചർ ഈസ് മോർ. അങ്ങനെ വരുമ്പോഴേക്കും പേഴ്സന്റെ വെയിറ്റ് കുറയും. അപ്പൊ നോർമൽ വെയിറ്റ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ വി ഹാവ് ടു ടേക്ക് മോർ ഫുഡ് ഡ്യൂറിങ് ദിസ് കൈൻഡ് ഓഫ് ടൈം. അതാണ് കലോറി ഇക്വേഷൻ കൊണ്ട്, കലോറി ഇക്വേഷന്റെ ഒരു പ്രാക്ടിക്കൽ സിഗ്നിഫിക്കൻസ് അവിടെയാണ് വരുന്നത്. സോ ഇഫ് കലോറി ഇൻടേക്ക് ഈക്വൽസ് കലോറി എക്സ്പെൻഡിച്ചർ, അവർ വെയിറ്റ് റിമെയിൻ സ്റ്റാറ്റിക്. നമ്മുടെ വെയിറ്റ് അതായത് നമ്മുടെ വെയിറ്റ് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അവർ ഇൻടേക്ക് ഷുഡ് ബി ഈക്വൽ ടു അവർ എക്സ്പെൻഡിച്ചർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എന്തുമാത്രം നമുക്കിപ്പോ എല്ലാവർക്കും ഒരു ഐഡിയൽ വെയിറ്റ് ഉണ്ട്. ഐഡിയൽ വെയിറ്റിൽ മുകളിലോട്ട് പോകുന്നത് എപ്പോഴും പ്രോബ്ലംസ് ആണ്. കൂടുതൽ വെയിറ്റിലായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ
എന്താണ് നമ്മുടെ അമിത വണ്ണം കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. കുറെ അസുഖങ്ങളും മറ്റുമൊക്കെ നമുക്ക് ഡയബറ്റീസ് വരുന്നുണ്ടാവും, ബ്ലഡ് പ്രഷർ വരുന്നുണ്ടാവും, കൊളസ്ട്രോൾ വരുന്നുണ്ടാവും, ഹാർട്ട് സംബന്ധമായ പ്രോബ്ലംസ് വരുന്നുണ്ടാവും, അതുപോലെ ബാക്ക് പെയിൻ വരുന്നുണ്ടാവും, ഒരുപാട് അസ്വസ്ഥതകളാണ്. അതേസമയം അപ്പൊ ഒരു നോർമൽ ഐഡിയൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് എപ്പോഴും ശരീരത്തിന് മനസ്സിനൊക്കെ നല്ലത്. അപ്പോ അതുകൊണ്ട് കലോറി ഇൻടേക്ക് ഷുഡ് ബി ഈക്വൽ ടു കലോറി എക്സ്പെൻഡിച്ചർ. അപ്പൊ നമ്മുടെ ഇൻടേക്ക് ഓഫ് കലോറീസ് കൂടുതലാണെങ്കിൽ നമുക്ക് ഒരുപാട് ഭക്ഷണമൊക്കെ കഴിക്കണം. നല്ല നല്ല ഫുഡൊക്കെ കാണുമ്പോൾ ഭയങ്കര ആർത്തിയാണ്, അതൊക്കെ തിന്നേ പറ്റൂ. ഐസ്ക്രീം കാണുമ്പോൾ ഐസ്ക്രീം തിന്നണം, കേക്ക് കിട്ടിയാൽ കേക്ക് തിന്നണം, ചോക്ലേറ്റ് ഇടുമ്പോൾ ചോക്ലേറ്റ്, ഇതൊക്കെ തിന്നണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ തിന്നോ, ഒരു പ്രശ്നമില്ല. പക്ഷെ അടങ്ങിയിരിക്കരുത്, എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യണം. അങ്ങനെ എനിക്ക് ഒരു കുഴപ്പമില്ല. നന്നായിട്ട് തിന്നു, നന്നായിട്ട് എക്സസൈസ് ചെയ്യും, നോ പ്രോബ്ലം. ബട്ട് ഇഫ് വി ആർ ടേക്കിംഗ് ടു മച്ച് ഫുഡ് ആൻഡ് വി ആർ നോട്ട് സ്പെൻഡിങ് എനി എനർജി, then there will be increase in weight. അപ്പൊ പിന്നെ വണ്ണം വെച്ചു എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചൊരു കാര്യമില്ല. ഒന്നെങ്കിൽ ആവശ്യത്തിന് തിന്നുക, അല്ലെങ്കിൽ അമിതമായിട്ട് തിന്നുക, അമിതമായിട്ട് ജോലി ചെയ്യുക, നോ പ്രോബ്ലം. ഇത് രണ്ടും ഉണ്ടെങ്കിൽ അതാണ് ഇൻടേക്ക് ആൻഡ് എക്സ്പെൻഡിച്ചർ ആർ ഈക്വൽ, there is no problem. If intake is more and expenditure is less, then there will be a problem. അതേ പ്രോബ്ലം തന്നെ ഇവിടെയുണ്ട്. അത് കൂടുതൽ ഞാൻ ഈ പറഞ്ഞ ലാക്ടേഷൻ, പ്രഗ്നൻസി അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് we are taking in the usual level, but our expenditure during that time is more, then there will be loss of weight. ഒരു ഐഡിയൽ ആയിട്ട് ഒരു സ്ത്രീക്ക് ആ സമയത്ത് ഉണ്ടാവേണ്ട വെയിറ്റില് അതുകൊണ്ടാണ് ഒരു നോർമലി ഒരു പ്രഗ്നന്റ് വിമൻ ഏകദേശം ഒരു 15 to 20 kilograms ഒക്കെ ഇൻക്രീസ് ചെയ്യണം. ആ ഇൻക്രീസ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് ഒരു പ്രോബ്ലമാണ്. അപ്പൊ അതാണ് ഈ ഒരു ഇക്വേഷന്റെ, കലോറി ഇക്വേഷന്റെ ഒരു ഫങ്ഷണൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് കലോറി ഇൻടേക്ക്. റെക്കോർഡ് ഉണ്ടോ എന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ. അപ്പൊ കലോറി ഇൻടേക്ക്, ഓൾ ഫുഡ് കണ്ടെയ്നിങ് കലോറീസ്. അവർ കലോറി ഇൻടേക്ക് ഈസ് സിംപ്ലി ദ ടോട്ടൽ നമ്പർ ഓഫ് കലോറീസ് കണ്ടെയ്ൻ ഇൻ ദ ഫുഡ് ഓർ ഡ്രിങ്ക് വി കൺസ്യൂം. എന്തുമാത്രം നമ്മൾ ഫുഡ് എടുക്കുന്നു അതിൽ അടങ്ങിയിരിക്കുന്ന കലോറീസ് ആണ്. ഇനി 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും കലോറി എക്സ്പെൻഡിച്ചറിനെ കൺട്രോൾ ചെയ്യുന്നത്. വൺ ഈസ് അവർ ബേസൽ മെറ്റബോളിക് റേറ്റ്. നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എത്രയാണെന്ന് നമ്മളത് മനസ്സിലാക്കുക. അത് ബേസൽ മെറ്റബോളിക് റേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം, അവർ ഫിസിക്കൽ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം, തെർമോജെനിസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണം. 3 കാരണങ്ങൾക്കാണ് പ്രധാനമായിട്ടും കലോറി എക്സ്പെൻഡിച്ചർ സംഭവിക്കുന്നത്. പ്രധാനമായിട്ടും അതിൽ ദിസ് ബേസൽ മെറ്റബോളിക് റേറ്റ് അക്കൗണ്ട് ഫോർ 60% ഓഫ് അവർ കലോറി എക്സ്പെൻഡിച്ചർ. ഇവിടെ നോക്കിക്കഴിഞ്ഞാല് ഉണ്ടോ, ഒരാളുടെ കലോറി എക്സ്പെൻഡിച്ചർ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറഞ്ഞാൽ 1400 കലോറി വേണം ജീവിക്കാൻ മാത്രം. ജസ്റ്റ് ടു മെയിൻറ്റെയിൻ ദ ലൈഫ് വി ഹാവ് ടു സ്പെൻഡ് 1400 കലോറീസ് ഓഫ് എനർജി ഓർ 1100 കലോറീസ് ഫോർ എ വിമൻ. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. അപ്പോ ഇവിടെ ഒന്ന് ബേസൽ, അതാണ് ഒരു മേജർ പോർഷൻ ഓഫ് അവർ കലോറി എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. സോ ബേസൽ മെറ്റബോളിക് റേറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി ഓർ കലോറി അവർ ബോഡി കൺസ്യൂം വൈൽ അറ്റ് റെസ്റ്റ്. നമ്മൾ അടങ്ങിയിരിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു ആക്ടിവിറ്റിയും ചെയ്യുന്നില്ല. ആകെ നടക്കുന്നത് ബ്രീത്തിങ് നടക്കുന്നുണ്ട്, സർക്കുലേഷൻ നടക്കുന്നുണ്ട്, എക്സ്ക്രീറ്ററി പ്രോസസ് നടക്കുന്നുണ്ട്, ഡൈജസ്റ്റീവ് പ്രോസസ് നടക്കുന്നുണ്ട്. അങ്ങനെ കാര്യമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല. നമ്മൾ അടങ്ങിയിരിക്കുന്ന ശാന്തമായ ആ ഒരു അവസ്ഥയിൽ എന്തുമാത്രം കലോറി ബോഡി സ്പെൻഡ് ചെയ്യുന്നുണ്ടോ അതിനെയാണ് നമ്മൾ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ബേസൽ മെറ്റബോളിക് റേറ്റ് ഈസ് കോൺട്രിബ്യൂട്ടിംഗ് ടു 60% ഓഫ് അവർ 60% ഓഫ് അവർ കലോറി എക്സ്പെൻഡിച്ചർ. ബാക്കി 40% ആണ് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിന്നും തെർമോജെനിസിസ് എന്നൊക്കെ വരുന്നത്. Then basal metabolic rate varies according to number of genetic and physiological factors. അതും വ്യത്യാസമാണ്. ചിലവരുടെ ശരീരത്തിൽ എന്താണ് ബേസൽ മെറ്റബോളിക് റേറ്റ് വളരെ ഫാസ്റ്റ്. ചില ആളുകൾ കണ്ടിട്ടില്ലേ, ഇഷ്ടംമാരെ തിന്നും, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടാവില്ല, വളരെ മെലിഞ്ഞ് എല്ലുന്നൂലുമായിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം എന്താ, അവരുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇഷ്ടംമാരെ തിന്നാം, ഒരു പ്രശ്നവും ഇല്ല. കാരണം BMR ഈസ് മോർ. നമ്മൾ എന്ത് കഴിക്കുന്നതിന്റെ നല്ലൊരു ശതമാനം ഈ ഒരു BMR മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പൊ അവർക്ക് പ്രോബ്ലം ഇല്ല. പക്ഷെ BMR വളരെ കുറവായിട്ടുള്ള വ്യക്തി ഇത്തിരി കഴിച്ചാൽ മതി, പെട്ടെന്ന് വണ്ണം വെച്ച് വരും. അപ്പൊ അത് നിങ്ങൾക്ക് അതാണ് ജനറ്റിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്, ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതുകൊണ്ടാ അവർ ഫാറ്റ് മസിൽ റേഷ്യോ, ദാറ്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് ഫാക്ടർ. മസിൽസ് കൂടുതലാണെങ്കിൽ അപ്പൊ ഈ എക്സസൈസ് ഒക്കെ കൂടുതൽ ചെയ്യുമ്പോൾ മസിലിന്റെ പ്രൊപ്പോർഷൻ ഗ്രാജുവൽ ആയിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പൊ ഫാറ്റ് മസിൽ റേഷ്യോ ഇമ്പോർട്ടന്റ് ആണ്. മസിൽസ് കൂടുതലാണെങ്കിൽ BMR കൂടുതലായിരിക്കും. മസിൽസ് കുറവാണെങ്കിൽ BMR കുറവായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു ഇതുണ്ട്. എമൗണ്ട് ഓഫ് ഫിസിക്കൽ എക്സസൈസ് വിറ്റിംഗ്. അപ്പൊ ഇതെല്ലാമാണ് ബേസൽ മെറ്റബോളിക് റേറ്റിനെ കൺട്രോൾ ചെയ്യുന്നത്.
The next factor is our physical activity. Physical activity that is accounting to 30%. 60% is contributed by BMR, 30% is contributed by the calorie expenditure. Okay. Then remaining 10%. Our remaining 10% പറയുന്നത് heat production ആണ്. അല്ലെങ്കിൽ thermogenesis. Genesis means production. Heat. So dietary thermogenesis. A part of our food is utilized for producing heat. And that is known as thermogenesis or dietary thermogenesis. No. This is the calories we burn as we digest food. It accounts for 10% of the total calorie we expend. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന എനർജിയുടെ 10%. അപ്പൊ 60% BMR, 30% is from physical activity and 10% is from our dietary thermogenesis. ഈ രീതിയിലാണ് കലോറി എക്സ്പെൻഡിച്ചർ നടക്കുന്നത്.